ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നൊരു കുട്ടി. പക്ഷേ ആ കുട്ടിക്ക് കിട്ടിയ ജോലി ആ കുട്ടി പഠിച്ചതുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ടതായിരിക്കില്ല. പല കാര്യങ്ങളും സഹപ്രവർത്തകരോട് ചോദിക്കേണ്ടതായിട്ട് വരും, സ്വയം പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കുട്ടിക്കൊരു മാനസികമായിട്ടൊരു വെപ്രാളമാണ്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ, അതിലെന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടോ, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ടെൻഷൻ അവർ ഫേസ് ചെയ്യാണ്ട് വരും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ നിരാശരാകുകയോ അതൊരു വലിയ പ്രശ്നമാണെന്ന് കരുതുകയോ ഒന്നും ചെയ്യരുത്. അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ പല അനുഭവങ്ങളും നമുക്കുണ്ടായെന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പം പലരോടും ചോദിച്ചെന്ന് വരും. ചില ആളുകൾ ചോദിക്കും, എനിക്കൊന്നും അറിയില്ല, കുട്ടി വേണമെങ്കിൽ കണ്ടുപിടിച്ച്. അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ചിലപ്പോൾ അവരിൽ നിന്നും ഉണ്ടായെന്ന് വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നുള്ളതുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും നിരാശപ്പെടരുത്. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയും ആളുകൾ പെരുമാറും. പിന്നെ ഓഫീസിൽ ചില ആൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന അവരുടെ കാര്യങ്ങളാണ്. ഇനി ഓഫീസിലുള്ളവരുടെ റിയാക്ഷൻ, ചില നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസായിട്ടുള്ള ആൾ എപ്പോഴും സ്വയം പുകഴ്ത്തുന്ന ഒരാളായിരിക്കും. ഞാനത് ചെയ്തിട്ടുണ്ട്, എനിക്കിങ്ങനെ ആയിരുന്നു, ഞാനത് അവാർഡ് കിട്ടി, ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ആളിനോടോ മറ്റുള്ളവരോടോ ഒക്കെ പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരുമാതിരി പുച്ഛ രീതിയിലൊന്ന് ചിരിക്കാൻ ശ്രമിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകട്ടെ. അവർ ചെയ്തത് ഒരു പക്ഷേ നല്ല കാര്യങ്ങളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹാബിറ്റാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണത്, സ്വയം എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇതുപോലെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സീനിയേഴ്സായ ആളുകൾ അതിനുള്ള മറുപടി പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബോസിനോട് അദ്ദേഹത്തിന് അത് വളരെയധികം റിയാക്ഷൻ ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ചിരിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം പറയുകയോ ചെയ്യുമ്പോൾ ഇന്നലെ വന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഇന്നലെ വന്ന യുവാവാണ്, ഇത്തരത്തിലൊക്കെ അവൻ എന്നോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് അദ്ദേഹം ഒരുപക്ഷെ വളരെ മാന്യനായ ഒരാളാണെങ്കിൽ പറഞ്ഞില്ല എന്ന് വരും. എങ്കിൽ തന്നെയും മനസ്സിൻ്റെ ഉള്ളിൽ കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള റിയാക്ഷൻസിനോ പുച്ഛമായൊരു ചിരി, നമ്മൾ എന്ത് വാക്ക് പറയുന്നതിനേക്കാൾ വളരെയധികം മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പലർക്കും ചില ആളുകൾക്കെന്ന് വെച്ചാൽ ജോലി ഒന്നും അറിയില്ലായിരിക്കും. അതൊരു വലിയ വിഷയമാണ് കേട്ടോ. ജോലി പഠിക്കാതെ നമ്മൾ മറ്റുള്ള ആളുകളോട് കയർക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ നമ്മളെ ബാധിക്കും. അതായത് നമുക്കൊരു ഒരു അപകർഷതാ ബോധം നമുക്കുണ്ടാകും. കാരണം നമുക്ക് അറിയില്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് നമുക്കത് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടെ പറയുമ്പോൾ അതിനെ റിയാക്ട് ചെയ്ത് ഞാനൊരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി സഹപ്രവർത്തകരോടൊക്കെ വളരെ രൂക്ഷമായി അല്ലെങ്കിൽ മോശമായി പെരുമാറുക ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും ആ രീതിയിൽ പെരുമാറുകയേ ചെയ്യരുത്. കാരണം നമ്മുടെ പരാജയ ഭീതി അല്ലെങ്കിൽ നമ്മുടെ ഭയമാണ് ഈ വക റിയാക്ഷൻസിന് കാരണമാകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള റിയാക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ പിന്നെ ഈ സമ്മർദ്ദങ്ങൾ, പിന്നെ ചില സന്ദർഭങ്ങളിൽ വല്ലാത്ത മോശമായ ഒരു ഹരാസ്മെൻറ്റ് ആദ്യം ചെല്ലുന്ന ആളുകളിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ചില ഉദാഹരണം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സുന്ദരിയാണ് കേട്ടോ, അതൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാം, എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സംസാരത്തിൽ ഉടൻ തന്നെ എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ വിഷയം മറ്റുള്ളവരോട് പറയുക, ഇതിനൊന്നും ഒരു റിയാക്ഷൻ്റെയും ആവശ്യമില്ല. കാരണം ഒരാളിന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ റിയാക്ഷനിൽ നിന്നാണ് എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ അവഗണിക്കുക. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ടുള്ളതായി പോലും നിങ്ങൾ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുകയോ നിങ്ങൾ ഓർക്കുകയോ ചെയ്യരുത്. അപ്പോൾ അതിനെ അങ്ങ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണെങ്കിലും ചിലപ്പോൾ പറയും ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എൻ്റെ ചില ആളുകൾ കുറച്ചൊരു സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യമാണ്. അവർ പറയും എൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സ്ഥാനലബ്ധി കിട്ടാൻ അല്ലെങ്കിൽ അടുത്ത പ്രൊമോഷന് ബോസ് ഒരു സഹായകമായില്ലെങ്കിലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം. ഒരിക്കലും അത്തരത്തിൽ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുടെ ക്രെഡിറ്റിന് വേണ്ടിയോ അങ്ങനെയുള്ളതിനൊന്നും ഒരു വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ഓഫീസ് കാര്യങ്ങളിൽ കൃത്യസമയത്ത് എത്തുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ സഹായത്തിൻ്റെ ആവശ്യം. പിന്നെ ചില രാഷ്ട്രീയ സ്വാധീനം ഇന്ന് സമൂഹത്തിൽ വലിയൊരു വിഷയം തന്നെയാണ്.
അത്തരത്തിൽ ഉണ്ടായി നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അവഗണന അല്ലെങ്കിൽ ഹരാസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ മറ്റുള്ള ഫാമിലി സപ്പോർട്ടാണ് ഫസ്റ്റ് വേണ്ടത്. ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പാരൻസിൻ്റെ ആണെങ്കിലും സപ്പോർട്ടില്ല, അവരും കൂടെ നിങ്ങളൊക്കെ നിനക്കൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നീ എന്തിനങ്ങനെ, ഒരിക്കലും നിങ്ങളുടെ മകളോടോ മകനോടോ നിങ്ങളുടെ ഭാര്യയോടോ ഒരു തരത്തിലും നിങ്ങളങ്ങ് ആ തരത്തിൽ റിയാക്ട് ചെയ്യരുത്. അതിന് നല്ല രീതിയിൽ ഒരുപക്ഷെ ഒരു കൗൺസിലറോടോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഡിസ്കസ് ചെയ്ത് അതിനെ എങ്ങനെ വഴിതിരിച്ച് വിടാം എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ ചാനലൈസ് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ഈ വിഷയങ്ങളെ പെരുപ്പിച്ച് വന്നതുകൊണ്ടാണ് പല ആളുകളും വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ടി വിയിൽ വലിയൊരു സംഭവം കണ്ടിരുന്നു. അതിൻ്റെ ആവശ്യം വാസ്തവത്തിലുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു ആത്മഹത്യയിലേക്ക് എത്തുക ഒരു ജോലി സ്ഥാപനത്തിലെ സമ്മർദ്ദം കാരണം അല്ലെങ്കിൽ മാനസികമായ ആ ഒരു ഹരാസ്മെൻറ്റ് കാരണം നമ്മൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന് ഒരു ടെസ്റ്റ് എഴുതി ഉടനെ ജോലി കിട്ടുന്ന ആളുകളായിരിക്കില്ലല്ലോ മിക്കവാറും. പലതരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതി പലതരത്തിൽ പഠിച്ച് പല സമ്മർദ്ദങ്ങളിൽ നിന്നുമൊക്കെ വന്ന് ടെസ്റ്റ് എഴുതി അവരൊരു ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ആയി കഴിയുമ്പോൾ നിസ്സാരമായ ഈ മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു ജീവിതം, അതായത് അമ്മയ്ക്കോ അച്ഛനും ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ സഫറിങ്സ് അല്ലെങ്കിൽ ദുഃഖം സമ്മാനിച്ച് നമ്മൾ ഈ ലോകത്തോട് യാത്ര പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാകരുത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ വിശകലനം ചെയ്ത് അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ സമ്മർദ്ദം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഡിസിഷൻസ് എടുക്കരുത്. ആ സമയത്ത് എടുക്കേണ്ടതല്ല ഡിസിഷൻ. ആ സമയത്ത് കുറച്ച് ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ഈ അവസ്ഥ നമ്മൾ തരണം ചെയ്യും, ഇവിടെ കടന്നു പോകും എന്നുള്ളത് തീർച്ചയായും ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഡിസിഷൻ എടുത്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ജോലി രാജിവെക്കുന്ന അവസ്ഥയിലേക്കോ ഇങ്ങനെയൊന്നും പോകാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ചില സ്ത്രീകൾക്ക് ലൈംഗികമായ ചൂഷണം, അതും പല സ്ഥലങ്ങളിലും ഓഫീസുകളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കേണ്ട. ആ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ രഹസ്യമായിട്ടെങ്കിലും മറ്റുള്ള സഹപ്രവർത്തകരോട് പറയേണ്ട സന്ദർഭത്തിലുള്ളതാണെങ്കിൽ ഒന്ന് രണ്ട് പേരുടെ സപ്പോർട്ട് നിങ്ങൾ നേടിയെടുത്ത ശേഷം, അതായത് വളരെ വിശ്വസ്തരും നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള ആളുകളുടെ കൂടെ സപ്പോർട്ടുകളെടുത്ത് അതിന് വേണ്ട രീതിയിൽ അറിയിക്കേണ്ടിടത്തും എത്തിക്കേണ്ടിടത്തും എത്തിച്ച് ആ പ്രശ്നത്തെ നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക തന്നെ വേണം. ഏത് രീതിയിലാണെങ്കിലും സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരിക തന്നെ വേണം. അതിനെ വഷളാക്കി കൊണ്ടുപോയി നമ്മുടെ ജീവിതം നമുക്കുള്ളതല്ലേ, നമ്മളെന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്യുകയോ നമ്മൾ രാജിവെക്കുകയോ ചെയ്തുകൊണ്ട് അവർക്ക് നേട്ടം എന്താണ്? നേട്ടവും നഷ്ടവും നമുക്കുണ്ടാകുന്നെങ്കിൽ നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നഷ്ടങ്ങളുടെ ഒരു പട്ടിക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ അത്തരത്തിൽ വിഷയങ്ങളെ വളരെ സമചിത്തതയോടുകൂടി തന്നെ അനലൈസ് ചെയ്ത് സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ഒരുപാട് പേരുമായി ഷെയർ ചെയ്ത് ഒരു തരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ട ഒരു ശക്തി അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം നിങ്ങൾ കണ്ടെത്തുക. മനസ്സമാധാനം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല, കടയിൽ ചെന്നാൽ കിട്ടുന്ന സാധനമല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഒരു പാഠം. അതങ്ങനെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങളെ നമുക്ക് കുറേയൊക്കെ കുറച്ച് കൊണ്ടുവരാം. ഒരിക്കലും നിങ്ങളൊരു ആത്മഹത്യ എന്നുള്ള വഴിയിലേക്കോ ജോലി രാജിവെക്കുക എന്നുള്ള ഡിസിഷനിലേക്കോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.